അഡ്രസ് എഴുതാൻ പറ്റില്ല. ഉറപ്പാണോ? രവികുമാർ രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? പൊതുവേദിയിൽ വിദ്യാർത്ഥികളെ KT ജലീൽ അപമാനിച്ചുവെന്ന വിഷയത്തിൽ ചർച്ച ചൂടുപിടിക്കുമ്പോഴാണ് KT ജലീൽ തന്നെ മറുപടിയുമായി രംഗത്ത് വരുന്നത്. വിദ്യാർത്ഥികൾക്ക് വേദനയുണ്ടായെങ്കിൽ മാപ്പ് പറയുമെന്നും ഒരു വിദ്യാർത്ഥികൾ പോലും വിഷമം ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ പോലും നൽകില്ലെന്നുമാണ് KT ജലീലിന്റെ സ്റ്റാൻഡ്. അവിടെ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ അപമാനിച്ചു എന്നുള്ളത് ഏതെങ്കിലും കുട്ടികൾ പരാതിപ്പെട്ടാൽ അവരോട് ഞാൻ നിർവ്യാജം മാപ്പും ചോദിക്കും, ക്ഷമാപണവും നടത്തും. ഒപ്പം തന്നെ തനിക്കെതിരെ രാഷ്ട്രീയമായുധമാക്കി ഉപയോഗിക്കുകയാണെന്നും അത്തരത്തിലുള്ളവർ പലതും കാണാതെ പോകരുതെന്നും KT ജലീൽ പരിഹസിക്കുന്നുമുണ്ട്. പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം സ്കൂളിൽ പഠിച്ച ആളാണോ കേരളം എന്ന് എഴുതിയപ്പോൾ കാരളം എന്നായത്? 910 എന്ന് പറയേണ്ടതിന് പകരം 910 എന്ന് നിയമസഭയിൽ പറഞ്ഞ വ്യക്തി ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ചു വന്നതാണോ? എന്നാൽ ജലീൽ തെറ്റ് തിരുത്തുന്നില്ലെന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചത്. എഴുതിയ കുഞ്ഞുങ്ങൾക്ക് അക്ഷരത്തെറ്റ് വന്നവരെ വേദിയിൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് തെറ്റാണെന്ന് ശ്രീ ജലീലിന് ഇനിയെങ്കിലും ബോധ്യപ്പെടാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം അധ്യാപകനാണ് എങ്കിൽ ഇങ്ങനെയല്ല കുഞ്ഞുങ്ങളോട് പെരുമാറേണ്ടത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് പരാതിയുണ്ടായാൽ നടപടി തുടരുമെന്നാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും അറിയിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് അപമാനം ഉണ്ടായോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അത് പരിശോധിക്കുക. എന്നാലും പല കോണുകളിൽ നിന്നും ജലീലിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നു. അവിടെയും സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് KT ജലീൽ. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.